നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ഓഹരി കൈമാറ്റത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരി MSC എന്ന കപ്പൽ കമ്പനിക്ക് വിറ്റതിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതോടെ അദാനി VD ഡീല് കേരള രാഷ്ട്രീയത്തിൽ സുനാമി പോലെ ചർച്ചയാകുമ്പോൾ വി ഡി സതീശൻ സർക്കാർ ആടിയുലയുകയാണ്. കപ്പലിലെ കപ്പിത്താൻ വടശ്ശേരി ദാമോദരമേനോൻ സതീശൻ 102 പേരുള്ള കപ്പൽ മുക്കുകയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒപ്പം പ്രതിപക്ഷ നേതാവിന്റെ ആ ചോദ്യങ്ങളും കഴമ്പുള്ളതാണ്, ഗുരുതരമാണ്, അതും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ കൺസഷൻ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമായതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിൽ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൽ 49% ഓഹരി പങ്കാളിത്തത്തോടെയാണ് മെഡിറ്ററേനിയൻ കമ്പനി നിക്ഷേപം നടത്താൻ തീരുമാനിച്ചത്. ഓഹരി കൈമാറ്റം ചെയ്യണമെങ്കിൽ കരാറു പ്രകാരം സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ്. ആ അനുമതി പൊതു താല്പര്യവും ദേശീയ സുരക്ഷയും മാത്രം പരിഗണിച്ച് സംസ്ഥാന സർക്കാരാണ് നൽകേണ്ടത്. മറന്നുപോകണ്ട, അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടായില്ല എന്നതാണ് ഓഹരി കൈമാറ്റത്തിലെ ദുരൂഹത വർദ്ധിപ്പിച്ചതും വലിയ ചർച്ചയായതും വി ഡി സതീശൻ വെട്ടിലായതും. ഇന്ന് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് നടത്തിയ വാർത്താ സമ്മേളനത്തിലെ ഈ വാക്കുകൾ ഇതിനൊപ്പം കൂട്ടി വായിച്ച് പോകേണ്ടതുണ്ട്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ സർക്കാർ ജാഗ്രത കാണിച്ചില്ലെന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അദാനിയുടെ വക്താവായി മാറുന്നതിൽ നിന്നും അടിയന്തരമായി സംസ്ഥാന സർക്കാർ പിന്മാറണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞു. എല്ലാം ലംഘിച്ചാണ് അദാനി ഗ്രൂപ്പ് മുന്നോട്ടു പോകുന്നതെന്നും പൊതു താല്പര്യത്തിനും ദേശീയ താല്പര്യത്തിനും വേണ്ടി സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അധികാരികൾക്കും താൻ കത്തയച്ചുവെന്നും പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. ഒപ്പം സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ പ്രതികരണം നടത്താത്തത് കൊണ്ടാണ് താൻ കത്തയച്ചതെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. സത്യത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനിൽ നമ്മൾ കാണുന്നത് ഒരു മുഖ്യമന്ത്രിയെയാണ്. മുഖ്യമന്ത്രിയിൽ നിന്ന് നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത്, പക്ഷേ അത് നമുക്ക് ലഭിക്കുന്നത് പ്രതിപക്ഷ നേതാവിൽ നിന്നാണെന്ന് മാത്രം. ഈ ഡീലിൽ മുഖ്യമന്ത്രി വി ഡി സതീശന് എത്രത്തോളം പങ്കുണ്ടെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അദാനിയുമായി സതീശൻ ഡീൽ ഉണ്ടാക്കിയോ? ഒരു $1 മില്യൺ ചോദ്യമാണിത്. അതിന് ബലം പകരുന്ന ചില ഘടകങ്ങൾ കൂടിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനു മുമ്പ് ചാർട്ടേഡ് വിമാനത്തിൽ മംഗളൂരുവിലേക്ക് വി ഡി സതീശൻ നടത്തിയ ദുരൂഹമായ രഹസ്യ യാത്രയാണ്. മണിക്കൂറിന് 3-4 ലക്ഷം ചിലവ് വരുന്ന ചാർട്ടേഡ് വിമാനത്തിനായി 40 ലക്ഷത്തിലേറെ വി ഡി സതീശന് വേണ്ടി മുടക്കിയത് ആരാണ്? മംഗലാപുരത്ത് വെച്ച് അദാനി ഗ്രൂപ്പ് പ്രതിനിധികളുമായും NDA ഘടകകക്ഷി നേതാക്കളുമായും സതീശൻ ചർച്ച നടത്തിയതായിട്ടുള്ള ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ആ ചർച്ച എന്തിനു വേണ്ടിയായിരുന്നു? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിപക്ഷവും മാധ്യമങ്ങളും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണിത്. ഈ ചോദ്യങ്ങൾക്കൊന്നും നാളിതുവരെ കൃത്യമായ ഒരു ഉത്തരം പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശന് സാധിച്ചിട്ടില്ല. അടുത്തതായി ഉദ്യോഗസ്ഥ തലത്തിൽ സതീശൻ നടത്തിയ ചില മാറ്റങ്ങളാണ് സംശയമുനയിൽ നിൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം സെക്രട്ടറിയായും തുറമുഖ വകുപ്പ് സെക്രട്ടറിയായും രത്തൻ ഗേൽക്കറുടെ നിയമനമാണ്. തിരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന ഗേൽക്കറുടെ നിയമനം ഇതിനോടകം തന്നെ വലിയ വിവാദമായിരുന്നല്ലോ. എന്നാൽ അദാനി ഗ്രൂപ്പിന്റെ ഓഹരി കച്ചവടത്തോടെ തുറമുഖ വകുപ്പ് സെക്രട്ടറിയായുള്ള നിയമനവും ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ വ്യാപക ചർച്ചയായി മാറുകയാണ്. മറ്റൊന്ന്, വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ അഹോരാത്രം പ്രവർത്തിക്കുകയും അതിന് ചുക്കാൻ പിടിക്കുകയും ചെയ്ത ദിവ്യ എസ് അയ്യരെ തുറമുഖത്തിന്റെ CMD സ്ഥാനത്ത് നിന്ന് മാറ്റുകയും താരതമ്യേന ജൂനിയറായ മറ്റൊരാളെ പ്രതിഷ്ഠിക്കുകയും ചെയ്ത കാര്യമാണ്. ഓർക്കുന്നില്ലേ? ഒരു വാക്ക് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്താം. നിങ്ങൾ പോർട്ടിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, ഉദ്യോഗസ്ഥരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളാണിത്. എന്തിനാണ് ഇപ്പോൾ ഈ പിണറായി വിജയന്റെ വാക്ക് ഓർമ്മപ്പെടുത്തിയതെന്ന് കൂടി പറയാം. വിഴിഞ്ഞം പോർട്ടിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച ഉദ്യോഗസ്ഥയെ മാറ്റാൻ അദാനി ഗ്രൂപ്പ് പല വിധേയനെയും ശ്രമിച്ചപ്പോഴായിരുന്നു കേരളത്തിന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണവും ഈ നിലപാടും. അദാനി ഗ്രൂപ്പിന്റെ പല ഇടപാടുകളും എതിർത്തു എന്നതായിരുന്നു ദിവ്യ എസ് അയ്യർക്കെതിരെ അവർ തിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം. വഴിവിട്ട ഇടപാടുകൾ നടത്താൻ അനുവദിക്കാതിരുന്ന ദിവ്യ എസ് അയ്യരെ വി ഡി സതീശൻ അധികാരത്തിലെത്തിയതോടെ ഉടൻ തന്നെ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. ഇതിലും കൂടുതൽ എന്ത് തെളിവാണ് ഇത് വി ഡി സതീശന്റെ ഡീലാണെന്ന് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് വേണ്ടത്? ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങളിൽ ഇനിയും ദുരൂഹതകൾ നിരവധിയാണ്. ധനവകുപ്പും തുറമുഖ വകുപ്പും നിയമവകുപ്പും അറിയാതെ ഓഹരി കൈമാറ്റത്തിന്റെ ഫയലുകൾ മുന്നോട്ട് നീങ്ങില്ല. അവിടെയാണ് മറ്റൊരു ഗംഭീര
ട്വിസ്റ്റ് കൂടിയുള്ളത്. ഈ 3 വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി വി സതീശൻ തന്നെയാണ്. അതും വകുപ്പ് വിഭജനത്തിന്റെ സമയത്ത് വാശി പിടിച്ച് വാങ്ങിയ വകുപ്പുകളാണെന്നുള്ള കാര്യം കൂടി ആരും മറന്നു പോകരുത്. ഇത്രയൊക്കെ ആയിട്ടും മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് താനൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ ഇരിക്കാൻ കഴിയുക എന്ന് പലർക്കും തോന്നുന്നുണ്ടാകും. എനിക്കും അത് തോന്നുന്നുണ്ട്. കൺസഷൻ എഗ്രിമെന്റ് പ്രകാരം 25% കൂടുതൽ ഓഹരികൾ കൈമാറ്റം നടത്തണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ കർശനമായ മുൻകൂർ അംഗീകാരം ആവശ്യമാണ്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമായി 13,000 കോടി രൂപയുടെ ഓഹരി അന്താരാഷ്ട്ര ഷിപ്പിംഗ് ഭീമന് കൈമാറുന്നതിനു പിന്നിൽ ലക്ഷ്യം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. വിഴിഞ്ഞത്തെ ലോകോത്തര നിലവാരത്തിലുള്ള ഒരു മൾട്ടി ഓപ്പറേറ്റർ തുറമുഖമാക്കി മാറ്റാനാണ് LDF സർക്കാർ ലക്ഷ്യമിട്ടത്. അതിനുവേണ്ടി ഒരുപാട് പണിയെടുക്കുകയും ചെയ്തു. എന്നാൽ നിലവിൽ വിഴിഞ്ഞത്തെ ഒരു പ്രത്യേക ഷിപ്പിംഗ് കമ്പനിക്ക് വേണ്ടി കുത്തകവൽക്കരിക്കാനുള്ള ഗൂഢ നീക്കമാണ് UDF സർക്കാർ നടത്തുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. തുറമുഖം ഒരു കമ്പനിയുടെ മാത്രം കുത്തകയായാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ കയറ്റുമതിക്കാർക്ക് ആ കമ്പനിയുടെ കപ്പലുകളെയും അവർ നിശ്ചയിക്കുന്ന നിരക്കുകളെയും മാത്രം ആശ്രയിക്കേണ്ട ഗതികേടുണ്ടാകും. ഇത് അനുവദിച്ചാൽ വിഴിഞ്ഞത്ത് മൾട്ടി ഓപ്പറേറ്റർ മാത്രമല്ല മൾട്ടി ക്ലയന്റ് സംവിധാനം പോലും ഇല്ലാതാകും എന്നുള്ളതാണ്. തുറമുഖവും നിയമവും കൈപ്പിടിയിലാക്കിയതോടെ ഓഹരി കൈമാറ്റം സംബന്ധിച്ച അദാനി ഗ്രൂപ്പിന്റെ എല്ലാ അപേക്ഷയിലും തീരുമാനമെടുക്കേണ്ടയാൾ സതീശൻ മാത്രമായി മാറുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ വിവാദത്തിലുണ്ട് കേട്ടോ. അദാനി ഗ്രൂപ്പ് നൽകിയ കത്ത് പരിഗണിക്കേണ്ടത് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ തുറമുഖത്തിന്റെ CMDയും ധനം നിയമ തുറമുഖ വകുപ്പ് സെക്രട്ടറിമാരുമാണ്. ഇവരെല്ലാം സതീശന്റെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥരുമാണ്. ഈ അപേക്ഷ തുറമുഖ ധന നിയമ വകുപ്പുകളിലൂടെ കടന്നു പോകുമ്പോഴും അവസാന വാക്ക് സതീശന്റേതായി മാറും. വിഴിഞ്ഞം തുറമുഖ കമ്പനിയിൽ അദാനിയുടെ ഓഹരി കൈമാറ്റത്തിൽ ദുരൂഹതകൾ ഉയരുമ്പോൾ സതീശന്റെ മംഗലാപുരം യാത്രയും സുപ്രധാന വകുപ്പുകൾക്കായി വാശി പിടിച്ചതും ഉദ്യോഗസ്ഥ തലത്തിലെ മാറ്റങ്ങളുമാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചയാകുന്നത്. ഇക്കാര്യങ്ങളിലൊക്കെ കൃത്യമായ വിശദീകരണം നൽകാൻ സതീശന് ഇപ്പോഴും കഴിയുന്നില്ല. എന്തിനാണ് സതീശൻ ഒളിച്ചുകളി ഇങ്ങനെ തുടരുന്നത്? അങ്ങനെയെങ്കിൽ എത്ര കാലം സതീശന് ഇങ്ങനെ ഒളിച്ച് നടക്കാൻ കഴിയും മാധ്യമങ്ങളെ ഭയന്ന്? സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്സിനെ അറിയിച്ചതിനപ്പുറത്തേക്ക് ഒരു നടപടിയിലേക്ക് മുഖ്യമന്ത്രി VD സതീശൻ കടന്നില്ല എന്നതും വിമർശനങ്ങൾ ഇരട്ടിയാക്കി. വിവാദങ്ങളിൽ നിന്ന് തലയൂരുന്നതിന്റെ ഭാഗമായാണ് അതൃപ്തി അറിയിക്കൽ എന്നതാണ് ഉയർന്നു വന്ന വിമർശനം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കരാർ വ്യവസ്ഥകളിൽ ലംഘനമുണ്ടായോ എന്നതിൽ പോലും മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി പറഞ്ഞില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ഭരണം മാറിയതിന് തൊട്ടു പിന്നാലെ അദാനിയുടെ ഈ ഒരു നീക്കത്തിന് വഴിവെച്ചത് എന്ത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്ത് സമീപനമാകും തുടർന്ന് മുഖ്യമന്ത്രി സ്വീകരിക്കുക എന്ന് തന്നെയാണ് കേരള രാഷ്ട്രീയവും ഉറ്റുനോക്കുന്നത്. വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ഉടമ്പടി വെച്ചത് തുറമുഖം വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ അറിഞ്ഞില്ലെന്ന വാദം ബാലിശമാണെന്നാണ് ഉയർന്നു വരുന്ന മറ്റൊരു വിമർശനം. ഈ വിഷയത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അടക്കം രംഗത്ത് വന്ന കാഴ്ചയും സമീപ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. ഇതിൽ KC വേണുഗോപാൽ നടത്തിയ പ്രതികരണമാണ് ഏറെ ശ്രദ്ധേയം. കേരളം BJP ഭരിക്കുന്ന സംസ്ഥാനമാണെന്നാണോ അദാനി കരുതിയിരിക്കുന്നത് എന്നാണ് KC വേണുഗോപാലിന്റെ ചോദ്യം. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനിയുടെ തീരുമാനങ്ങളാകാം നടക്കുന്നതെന്നും KC വേണുഗോപാൽ പറയുന്നുണ്ട്. കേരളത്തിലെയും അദാനിയുടെ സമാനമായ നീക്കം ഇവിടെയും BJP ഭരണമാണോ എന്ന സംശയം KC വേണുഗോപാൽ പങ്കുവച്ചതിൽ തെറ്റു പറയാനാകില്ല. അധികാരത്തിലേറിയതു മുതൽ BJP അനുകൂല നിലപാടുകൾ എടുക്കുന്ന മുഖ്യമന്ത്രി VD സതീശനെതിരെയുള്ള പരോക്ഷ വിമർശനമായി കൂടി നമുക്ക് ഇതിനെ കാണാം.